ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷ്മിക്കൊപ്പം നമ്മൾ ഇന്ന് വീണ്ടും കോഴിക്കോട് ഷൂട്ടിന് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുലർച്ചയ്ക്ക് രാവിലെ 1:45 നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഒരു 4-3 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പുലർച്ചയ്ക്ക്. പക്ഷേ സഡനായിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ശനിയാഴ്ചയായിരുന്നു. അപ്പോൾ ഒരു പണിയും തരും ഇല്ലാണ്ട് റീലൊക്കെ എടുത്തിരിക്കുന്ന സമയത്താണ് അവർ പറഞ്ഞത് പെട്ടെന്ന് അപ്പം തന്നെ ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്നൊന്നും നോക്കിയില്ല, വേഗം ഡ്രസ്സൊക്കെ ഇട്ട് പെട്ടെന്ന് ഇറങ്ങി. അപ്പം വൈകുന്നേരമായിരുന്നു ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 7 മണിയാകുമ്പോൾ അപ്പോഴായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു 6:30 വിളിച്ചു, 6:15 വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 7 മണിയാകുമ്പോഴേക്കും പെട്ടെന്ന് ഞങ്ങൾ എന്തൊക്കെയൊക്കെയോ കാട്ടി. പിന്നെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വെറുതെ ഒന്ന് തല മാത്രം കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ കറക്റ്റായിട്ട് ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ മേടിക്കാനായിട്ട് കുറേ സമയം എടുക്കും. പിറ്റേ ദിവസം ആയാലും ചിലപ്പോൾ ചെറിയൊരു നനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഉണക്കി ഞങ്ങൾ നേരെ ബസ്സിന് കയറി പെട്ടെന്ന് വന്നാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ മെയിനായിട്ടുള്ള പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് എന്താണ്, എങ്ങനെ മേക്കപ്പ് ചെയ്യണം, എങ്ങനെ തലയിടണം എന്നുള്ളതായിരുന്നു. അപ്പം അതൊക്കെ തലേ ദിവസം തന്നെ ചെയ്തു വെച്ചുകൊണ്ട് ഭാഗ്യമില്ലെങ്കിൽ ഞങ്ങൾ ശരിക്കും പെട്ടുപോയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ആ സമയത്തായിരിക്കും അവർ വരാൻ പറഞ്ഞ സമയത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ ഏതിടണം പറഞ്ഞിട്ട് ഞങ്ങൾ എപ്പോഴും അടി ഉണ്ടാക്കുന്ന ഒരു കേസാണ് എന്തിടണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ. അപ്പോൾ ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ടാണ് ഞാനിങ്ങനെ കുറച്ച് നേരമൊക്കെ ഉറങ്ങിയത്. അപ്പം ആദ്യം തന്നെ പുട്ടിയടിക്കൽ കേസാണല്ലോ, അപ്പോൾ അതൊക്കെ അടിച്ചു. പിന്നെ തലയാക്കലായിരുന്നു. അപ്പം ആ ചേട്ടനാണെങ്കിൽ തലയൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നൈസായിട്ട് ഞാൻ വേണം വെച്ച് ഉറങ്ങിയതൊന്നും അല്ല, എന്നാലും തന്നെ ഉറങ്ങിപ്പോയി. അപ്പം ഈ ഒരു തലയില്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമായ ഒരു കൊണ്ട പിടിച്ച് കെട്ടുന്ന ആ ഒരു ഇതായിരുന്നു. അപ്പം ആദ്യം അത് കെട്ടി, പിന്നെ അതിൽ ഫുള്ള് മുല്ലപ്പൂവും പിന്നെ റോസാപ്പൂവും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇടയിൽ. അപ്പോൾ അതൊക്കെ ചെയ്ത് ഒരു റീല് കഴിയുമ്പോഴേക്കും ഒറ്റ റീല് എടുത്തുള്ളൂ. അപ്പം ആദ്യം ഫോട്ടോസൊക്കെ എടുത്തു, കഴിഞ്ഞിട്ട് ഒറ്റ റീല് കഴിയുമ്പോഴേക്കും ആ പൂവൊക്കെ മൊത്തം തെറിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ മനസ്സിലാവും. അപ്പം ആ ഒരു റീല് കഴിഞ്ഞത് പിന്നെ ഞങ്ങൾ സെക്കൻഡാമത്തെ റീല് ഗ്രൂപ്പായിട്ടുള്ളായിരുന്നു, അതും ചെയ്തിട്ട് അപ്പോഴേക്കും ഫസ്റ്റ് റോസാപ്പൂവൊക്കെ വെച്ചത് അതൊക്കെ പോയി. പിന്നെയും ഒന്നുകൂടി കെട്ടിയിട്ടാണ് പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. രാത്രിയൊന്നും ഉറങ്ങാത്തതുകൊണ്ട് ഞങ്ങൾ ബസ്സിനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും അവിടെ നിന്ന് ഞാൻ എവിടെ കിട്ടിയാലും എനിക്ക് ഒരേ സ്ഥലത്ത് തന്നെ കിടന്ന്, ചിലവർക്കൊക്കെ വേറെ വേറെ സ്ഥലത്ത് കിടന്ന് വെച്ചെങ്കിൽ ഉറക്കം വരാത്ത ഇതൊക്കെ ഉണ്ടാകും. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ എവിടെ കിടന്നാലും കിടന്നുറങ്ങും. അപ്പോൾ ഞാൻ ബസ്സിനൊക്കെ കുറേ കിടന്നുറങ്ങും. പക്ഷേ എനിക്ക് ഒരു 1-2 മണിക്കൂർ മതി, അതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഫുള്ള് ഒരു പ്രശ്നമില്ലാണ്ട് ഇങ്ങനെ കിടന്നു വെച്ചെങ്കിൽ എൻ്റെ ഉറക്കം പോകും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അത്ര കിട്ടിയാൽ മതി. പക്ഷേ എനിക്ക് അത്ര പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും ഉറക്കം തൂങ്ങി ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഷൂട്ടിങ്ങിൻ്റെ ആ ഒരു പ്ലേസിൽ പോയിട്ട് ഞാൻ വെറുതെ, ഞാൻ മാത്രമല്ല അവരൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും കിടന്നുറക്കുമായിരുന്നു. അങ്ങനെ ഈ ചേട്ടൻ ഈ തല കെട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ ആദ്യം വിചാരിച്ചത് ചിലപ്പം ഞാനായതുകൊണ്ട് എനിക്കൊരു ഇതുണ്ടായിരുന്നില്ല, ഞാൻ ചിലപ്പോൾ രാവിലെ തന്നെ മേക്കപ്പൊക്കെ ഇട്ടിട്ട് ഉച്ചയാകുമ്പോഴേക്കും പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എങ്ങനെയൊക്കെയോ പിടിച്ച് നിന്നോട്ടെ. അതുകൊണ്ട് ഞാൻ അത്ര ഓവർ മുഖത്തൊന്നും അങ്ങനെ തൊടാണ്ട് വെച്ചിട്ടാണ് തോന്നുന്നു മേക്കപ്പൊന്നും അത്ര പോയില്ല. പിന്നെ അവിടെ സോഫയിലിരുന്നു. പിന്നെ ബാക്കിയുള്ളവൻ്റെ ചെയ്യുന്ന ആ സമയം ഉണ്ടെങ്കിൽ ഞാൻ സോഫയിലിരുന്നു. അപ്പോൾ എൻ്റെ ആയിരുന്നു ഫസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. വേറെ ചേച്ചീൻ്റെ മേക്കപ്പ് ഇട്ടിട്ട് ആ ചേച്ചി കിടന്നുറങ്ങി. അപ്പം ആ സമയത്ത് വേറെ ചേച്ചിമാരെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇവിടെ കിടന്നുറങ്ങാൻ നോക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ കൂടെ അമ്മ ഫോൺ എടുത്തിട്ട് വീഡിയോ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അമ്മനെ ചീത്ത പറയുന്നുണ്ട്, എന്താ അമ്മ ഉറങ്ങാനും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷൂട്ടിങ്ങിൻ്റെ പ്ലേസിലേക്ക് പോയി. അപ്പം ഇതൊരു പഴയ വീടായിരുന്നു. വീട് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നോക്കുമ്പോഴും ഞാൻ അമ്മയൊക്കെ ഉള്ളിലൊക്കെ കയറി നോക്കുമ്പോൾ എവിടെ നോക്കുമ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ എത്തുന്നത്. ഏതാണ് സ്ഥലം എന്നറിയത്തില്ല, ഏത് വഴിയാണ് പോകേണ്ടതെന്നും അറിയത്തില്ല. അങ്ങനെയുള്ളൊരു വലിയൊരു വീട് പോലത്തെ ഒരു സ്ഥലമായിരുന്നു. കാണുമ്പോൾ ശരിക്കൊരു അമ്പലം പോലെയൊക്കെ ഉണ്ടായിരുന്നു പുറത്തുനിന്നൊക്കെ നോക്കുമ്പോൾ. പിന്നെ എനിക്ക് ഫുള്ള് മൂഡ് ഓഫ് ആയിരുന്നു, എനിക്കൊരു സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം ഇതൊന്നുമല്ല, എൻ്റെ ഉറക്കം കിട്ടാത്തൊന്നുമല്ല. എനിക്ക് ചെവി, ഞാൻ ഇതുവരെയായിട്ട് അങ്ങനെ ഓവർ വലിയ കമ്മലൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ആകെ ഇട്ടിട്ടുള്ളത് ഒരു തവണ ഇവരുടെ തന്നെയായിരുന്നു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഒരു ഡ്രസ്സ് അയച്ചു തന്നപ്പോൾ അപ്പം മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല, നല്ലോണം വെയിറ്റ് ഉണ്ടായിരുന്നു കമ്മൽ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ചെവി വേദനയായിരുന്നു, ചെവിയൊക്കെ ചോന്നിട്ടുണ്ടായിരുന്നു. അവസാനം ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരുവിട്ട് നിൽക്കണേ ഇല്ല. ഞാൻ കളിക്കുമ്പോൾ കറങ്ങുമ്പോഴൊക്കെ പോവാണ്. അങ്ങനെ വേറൊരു ചേച്ചീൻ്റെ കമ്മലാണ് ഞാൻ ഈ ഒരു റീൽ എടുക്കുമ്പോഴൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ആ ഒരു റീലിൽ തന്നെ കാണാൻ മനസ്സിലാവും. ഇടയ്ക്ക് കുറച്ച് ഭാഗം എൻ്റെ കമ്മലും കുറച്ച് ഭാഗം ആ ചേച്ചീൻ്റെ കമ്മലുമാണ്. കാരണം അത് നേരെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് 5-6 തിരിവൊക്കെ കിട്ടിയിട്ടാണ് അവസാനം നിന്നിട്ടുണ്ടായിരുന്നത് ഈ സംഭവം. അങ്ങനെ ഇത് ഫസ്റ്റ് കുറച്ച് സ്ലോ മോഷൻ വീഡിയോ ആണ്. അപ്പം ഇതാണ് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ക്യാമറാമാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാനും അതുപോലെ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ വന്നപ്പോൾ മൊത്തത്തിൽ ചളകുളമെന്നായിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾ മറ്റേ ബാഹുബലിയിലെ ആ ദേവസേന നിന്ന പോലെ നിന്ന് ഒരു ഗമ്മ കാണിച്ച് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഞാൻ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനം എത്തിയപ്പോൾ അത് ഓളംപാറയിൽ നിന്ന് വന്ന അതൊരു സാധനം മാതിരി ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല രസമുണ്ടായിരുന്നു. ഫോട്ടോൻ്റെ ക്യാമറ ഞാൻ ഒഴിച്ച് ബാക്കിയെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ലെൻസ് കഴിഞ്ഞ വർഷം ഇട്ടുന്ന ഒരു ഗ്രേ കളർ പോലത്തെ ആയിരുന്നു. ഇപ്രാവശ്യം എനിക്ക് ഗ്രീൻ ഇട്ടുന്നത്. അതുകൊണ്ട് ശരിക്കും നല്ലോണം ലെൻസ് ഇട്ടായിട്ട് അറിയണ്ടായിരുന്നു. പിന്നെ മേലോട്ട് നോക്കിയിട്ട് കുറേ എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞു. മേലോട്ട് നോക്കിയപ്പോൾ അവർ ചിരിക്കണ്ട പറഞ്ഞു. അപ്പോൾ ഞാൻ ചിരിയെ കുറച്ച് എന്തൊക്കെ കാട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ 5-6 വട്ടം ഈ ഒരു സ്ലോ മോഷൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇവിടുത്തെ വാതിലൊക്കെ ഭയങ്കര ചെറുതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ 5-6 വട്ടം ഞാൻ തല മുട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ. പക്ഷെ അത്ര വേനിച്ചില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സെറ്റിംഗ് സ്പ്രേയൊക്കെ അടിച്ച് ശരിക്കും ഹമ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തട്ടാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ പിന്നെ ഞങ്ങളവിടെ ഷൂട്ടിങ്ങിൽ അവിടെ നിന്ന് അങ്ങനെ ഫോട്ടോസൊക്കെ പുറത്തുനിന്നായിരുന്നു കുറേയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പുറത്തുനിന്നും ഫോട്ടോ ഒക്കെ എടുത്തു. ഇതാണ് കേട്ടോ സ്ഥലം. അപ്പോൾ കുറേ പേരൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു സ്ഥലം. ഇതിൻ്റെ ഉള്ളിലൊന്നും അത്ര കയറാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ അവിടുത്തെ ചോദിച്ചപ്പം കയറിക്കോ കുഴപ്പമില്ല പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ കയറിയത്. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് സ്ലോ മോഷൻ വീഡിയോ ഒക്കെ ചെയ്തു. സ്ലോ മോഷനും പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് ഓണത്തിൻ്റെ ആ ഒരു തീമായിരുന്നു. അപ്പം ഓണത്തിന് പൂവിടുന്ന പോലെയൊക്കെ കാണിച്ച് സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ അങ്ങോട്ട് നോക്കി ചിരിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ പോയത് വീട്ടിൽ പോയി. ഞങ്ങൾ ട്രെയിനിലാണ് വീട്ടിൽ പോയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അങ്ങനെ അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.